അനീഷ്, അതുകൂടാതെ ഈ ഏഷ്യൻ പെയിൻസിൻ്റെ കാറ്റഗറിയിൽ തന്നെ, അതായത് നമ്മൾ കുറച്ചുകൂടി ഒന്ന് പറഞ്ഞ നല്ല ലിക്വിഡിറ്റിയുള്ള വളരെ ലാർജ് ബിസിനസ്സായ ബയോകോൺ, അതും ഏതാണ്ട് ഒരു വാല്യൂ ടെറിട്ടറിയിൽ എന്നിട്ട് ഫണ്ടമെൻ്റലി അതിൻ്റെ ഈ പറഞ്ഞ പോലെ ഡെപ്റ്റിൻ്റെ ആ ഇഷ്യൂസും അല്ലെങ്കിൽ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ടുള്ള സൈക്കിളും, അതായത് അവർക്ക് കിട്ടുന്ന പൈസയൊക്കെ ഏതാണ്ട് എന്താ പറയുക വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താണ് കമ്പനി മുന്നോട്ട് പോയിരിക്കണം. ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സൈക്കിളൊക്കെ ഏതാണ്ട് അവസാനിച്ച് വരുന്ന വേറൊരു ബിസിനസ്സും കൂടെയുണ്ട് ബയോകോൺ. ആ ബയോകോണും ഇതേപോലെ ഒരു വാല്യൂ ബൈ ആയിട്ടാണ് ഈവൻ അതിൻ്റെ പ്രൊമോട്ടറായിട്ടുള്ള കിരൺ മജുംദാർ ഷോ പോലും അതിനകത്ത് പറയുന്നത്. അതായത് മാർക്കറ്റ് ബയോകോണിൻ്റെ വാല്യൂ ഇതുവരെ റെക്കഗ്നൈസ് ചെയ്തില്ല എന്നുള്ള അടുത്ത കാലത്ത് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു. ഈ ബയോകോൺ ഏഷ്യൻ പെയിൻറ്റ്സ് കൂടാതെ തന്നെ ഒരു വാല്യൂ ബൈയിങ് ഈ ബയോകോണിലും ഇമർജ് ചെയ്യുന്നതായിട്ട് ചാർട്ട് സൂചിപ്പിക്കുന്നുണ്ടോ അനീഷ്? കഴിഞ്ഞ കുറെ കാലമായിട്ട് വോളിയത്തിൽ വളരെയധികം ഇമ്പ്രൂവ്മെന്റ് വന്നെങ്കിലും പ്രൈസിലുള്ള മൂവ്മെന്റ്സ് വരുന്നില്ല. ആ പ്രൈസ് എപ്പോഴും 400 420 വന്നിട്ട് വീണ്ടും താഴോട്ട് 340 വരെയൊക്കെ വരാം. ഒരു റേഞ്ച് ബൗണ്ട്, പക്ഷെ കുറച്ചുകൂടെ വോൾട്ടാലിറ്റി ഉള്ള ഒരു റേഞ്ച് ബൗണ്ട് 340 to 420 വരെയൊക്കെ വരുന്ന ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടാണ് നമുക്ക് അതിനെ കാണാൻ കഴിയുന്നത്. കാരണം ഒരുപാട് കോർപ്പറേറ്റ് ആക്ഷൻസും അതേപോലെയുള്ള ഒരു ഇതിലൊക്കെ കടന്നുപോയ, അതല്ലെങ്കിൽ ഒരുപാട് ആക്ടിവിറ്റീസിലൂടെ കടന്നുപോയ ഒരു ഫേസിലൊക്കെ ഉണ്ടായിരിക്കാം ഇങ്ങനെ വന്നിരിക്കുന്നത്. ബട്ട് ഇവിടെ നമ്മൾ വോളിയത്തിൽ ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ട്. ഞാൻ അതിൽ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. കാരണം പോസിറ്റീവ് ഉണ്ട്, ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ബട്ട് അതിനനുസരിച്ചിട്ടുള്ള പ്രൈസ് മൂവ്മെന്റ്സ് ഇവിടെ വരുന്നില്ല. അപ്പൊ സംതിങ് ഈസ് ലാക്കിംഗ് എന്നുള്ളത് മാത്രമാണ്. പ്രൈസ് മൂവ്മെന്റ്സിൽ എന്തോ ലാക്കി എന്നുള്ളത് മാത്രമാണ് നമ്മളൊരു കൺസേൺ ആയിട്ട് നിൽക്കുന്നത്. ബട്ട് ട്രെൻഡ് ഇപ്പോൾ അത് പോസിറ്റീവാണ്. ഈ ലാസ്റ്റ് വന്നിരിക്കുന്ന ട്രെൻഡ്, അതായത് കഴിഞ്ഞ മാസം നവംബറിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് 420 അടുത്ത് വന്ന് തിരിച്ച് താഴോട്ട് വന്നു. എനിക്ക് തോന്നുന്നു ഒരു റിട്രേസ്മെന്റ് വന്നതിന് ശേഷം ഈ ഒരു 400 അല്ലെങ്കിൽ 380 400ലേക്ക് നിന്നതിന് ശേഷം ഒരു മൂവ്മെന്റ്സ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെയധികം പോസിറ്റീവായിട്ടുള്ള മൂവ്മെന്റ്സിന് പോകാൻ സാധ്യതയുണ്ട്. ബട്ട് നമ്മൾ അവിടെ ഒരു കുറച്ച് സമയം കൊടുക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് കോഷ്യസ് ആയിട്ടോടെ ഒരു പേഷ്യൻസോട് കൂടി നമ്മൾ അവിടെ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് എനിക്ക് പ്രതീക്ഷിക്കുന്നത്.